നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 588 588. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 588. 83-ാം സർഗം രാസക്രീഡ ഭാഗം 7 26-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. സ്വരങ്ങൾ നാഥനോടൊപ്പം ഒരു ഗോപിക ഭംഗിയിൽ പാടിനാൾ, നന്നു നന്നെന്നു വാഴ്ത്തിനാൻ അഖിലേശ്വരൻ. ആ ഒരു ഗോപിക ആരായിക്കോട്ടെ, വലിയ ഭാഗ്യവതിയാണ്. കാരണം ഭഗവാന്റെ മുമ്പിൽ, സർവജ്ഞനായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ സ്വരങ്ങൾ പാടി ഒപ്പിക്കുക, ഭഗവാൻ നന്ന് എന്ന് പറയുക. ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താ വേണ്ടത്? അപ്പോൾ 27-ാമത്തെ നോക്കുക. ധ്രുവതാളത്തിൽ അതുതാൻ പാടി മറ്റൊരു ഗോപിക. അപ്പോൾ ഓരോ സ്വരത്തിനും താള വ്യത്യാസം വരുമ്പോൾ ഇൻ്റലിജൻസ് കൂടണം അല്ലേ? എല്ലാവർക്കും എല്ലാ താളത്തിലും, ദ്രുതതാളം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടിയിട്ട് ഈ തായമ്പകയിൽ ഇരട്ടി, 4 ഇരട്ടി, 8 ഇരട്ടി എന്നൊക്കെ പറയും. അതായത് ഒരു എന്താണ് പറയുക, ബീറ്റ് ഇത്ര താളത്തിൽ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ധ്രുവതാളത്തിൽ അതുതാൻ പാടി മറ്റൊരു ഗോപിക വീണ്ടും പാടിച്ചവളെയും മോദിപ്പിച്ചു മഹാപ്രഭു. ഈ റിയാലിറ്റി ഷോയിലെ ആ ഒരു ചരണം ഒന്നുകൂടി കേൾക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഇതൊക്കെ. ഈ റിയാലിറ്റി ഷോ ഒക്കെ ഭാഗവത കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ഭഗവാൻ അനുമോദിച്ചിട്ടുണ്ട്. ഒന്നും പുതുതല്ല എന്നർത്ഥം. വീണ്ടും പാടിച്ചവളെയും മോദിപ്പിച്ചു മഹാപ്രഭു. രാസലീലകളാലോട്ട് തളർന്നീടിന രാധിക, മുട്ടി നിൽക്കും മുകുന്ദൻ്റെ ചുമലിൽ ചാഞ്ഞു മിന്നിനാൾ. ഭഗവാന്റെ തോളത്ത് ഇങ്ങനെ തല ചാച്ച് കിടന്നു. രാസലീലകളാലൊട്ടു തളർന്നീടിന രാധിക, മുട്ടി നിൽക്കും മുകുന്ദൻ്റെ ചുമലിൽ ചാഞ്ഞു മിന്നിനാൾ. പോർക്കൊങ്ക പുൽകും കൃഷ്ണൻ്റെ കുങ്കുമാർദ്രകരാംബുജം പിടിച്ചു കോൾമയിർ കൊണ്ടു മുകർന്നാളൊരു പെൺമണി. അതായത് പോർക്കൊങ്ക പുൽകും കൃഷ്ണൻ്റെ കുങ്കുമാർദ്രകരാംബുജം പിടിച്ചു കോൾമയിർ കൊണ്ടു മുകർന്നാളൊരു പെൺമണി. ഇവിടെ വാക്കിൻ്റെ അർത്ഥം എടുക്കണ്ട. വാക്കിൻ്റെ അർത്ഥം എടുത്താൽ നമുക്ക് അബദ്ധം വരും. അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഭഗവാൻ പ്രേമസ്വരൂപനാണ്. അപ്പോൾ സ്വന്തം ഒരു സഹോദരനെ ആലിംഗനം ചെയ്യുമ്പോൾ അവിടെ ഭാവത്തിന് വ്യത്യാസമുണ്ട്. ഇവിടെ സർവേശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഘനീഭവിച്ച കൽക്കണ്ടത്തിൻ്റെയും അപ്പുറത്താണ്. തിരുമതിരെന്നോ പഞ്ചാമൃതെന്നോ അതൊക്കെ പറയണം. അതുകൊണ്ട് പിടിച്ചുകോൾ മയർ കൊണ്ടു മുകർന്നാൾ ഒരു പെൺമണി, തളർന്നെന്നു നടിച്ച അന്യ കമ്മൽ മിന്നും കവിൾ തടം കാന്തൻ്റെ കവിളിൽ ചേർക്കേ നേരിൽ ചുംബിച്ചു കോമളൻ. അല്ലേ? അമ്മയെ നമ്മൾ ഉമ്മ വയ്ക്കുന്നുണ്ട്. വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? പെങ്ങന്മാരെ ഉമ്മ വയ്ക്കുന്നുണ്ട്. പ്രശ്നമുണ്ടോ? അപ്പോൾ ഇവിടെ തളർന്നു നടിച്ച് അന്യ കമ്മൽ മിന്നും കവിൾ തടം കാന്തൻ്റെ കവിളിൽ ചേർക്കേ നേരിൽ ചുംബിച്ചു കോമളൻ. പൊൻചിലമ്പും കിലുക്കി കൊണ്ടാടി പാടിയൊരങ്കന തളർന്നു കൃഷ്ണനെ കൊണ്ടു തടവിച്ചാൾ കുജങ്ങളിൽ. അതായത് മാറത്ത് നെഞ്ഞുവേദന വന്ന് എവിടെ പുറത്താണോ തടവുക? ചോദിച്ചതിന് സമാനം പറഞ്ഞു. പൊൻചിലമ്പും കിലയ്ക്ക് കൊണ്ടാടിപ്പാടി ഒരങ്കന തളർന്നു കൃഷ്ണനെ കൊണ്ടു തടവിച്ചാൾ കുജങ്ങളിൽ. ഓരോ ഗോപിയും ഈ വണ്ണം പുമാതിൻ പ്രീതി പൂണ്ടവൻ. പുമാതിൻ പ്രീതി, മഹാലക്ഷ്മിയോടുള്ള സന്തോഷം നടത്താം.
ഓരോ ഗോപിയും ഈ വണ്ണം പുമാതിൻ പ്രീതി പൂണ്ടവൻ അച്യുതൻ പുൽകവേ പാടി മോദിച്ചാർ അതിധന്യകൾ. അവരൊക്കെ ആരാ? ഏറ്റവും കൂടുതൽ ധന്യോസ്മി, ഞാൻ ധന്യനാണ് അല്ലേ? അതായത് എൻ്റെ ജീവിതം നന്നായി, അങ്ങനെയാണ് ധന്യന്മാരെന്ന് പറയാം. ഭഗവത് സ്പർശമാർന്ന് അമ്മട്ട് അത്യാനന്ദത്തിലേവരും, അത്യാനന്ദം സൂപ്പർലേറ്റീവ് ഡിഗ്രി, മുങ്ങി നിന്ന് ഉടുപൂഞ്ചേല കിഴിഞ്ഞുള്ളതുപോലുമോ ശരിപ്പെടുത്താൻ ആളായില്ലേതും വിജയനന്ദന. വിജയനന്ദന അതായത് ഭഗവാനോടാണ്. ശരിപ്പെടുത്താനാളായില്ലേതും വിജയനന്ദന. പെൺമണികൾ കണ്ടേറെ മയങ്ങിയ കൃഷ്ണലീലകൾ ആനന്ദവിവശന്മാരായി അനങ്ങുന്നില്ല ദേവകൾ. ആനന്ദവിവശന്മാരായി ദേവകളെ സ്റ്റില്ലായിപ്പോയി. പാടിടുന്നീല. അതായത് ഗന്ധർവന്മാർ പാടുന്നില്ല. പാടുടുന്നീല ഗന്ധർവർ വീണുമീട്ടിലാം മുനി അസ്തമിച്ചില്ല വാർത്തിങ്കൾ പരമാത്ഭുതമാവിധം. അതായത് ഭഗവാന്റെ അംഗപ്രത്യംഗത്തോടു കൂടിയിട്ടുള്ള രസാനുഭൂതി, രാസോത്സവം നടക്കുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കണില്ല. നേരെ സമയമായി ഇല്ല. നാരദൻ മുനി തൻ്റെ മഹതി എന്നുള്ള വീണയിൽ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. വീണ വീട്ടിൽ ആ മുനി അസ്തമിച്ചില്ല വാർത്തിങ്കൾ പരമാത്ഭുതം ആവിധം ജ്യോതിർഗോളങ്ങളും സ്തംഭിച്ചതുമാതിരി നിൽക്കവേ. സ്റ്റില്ലായി. ജ്യോതിർഗോളങ്ങളും സ്തംഭിച്ച മാതിരി നിൽക്കവേ മണികിങ്കിണിയും പൊന്നിൻ ചിലമ്പും കടകങ്ങളും കിലുങ്ങി വാദ്യഘോഷങ്ങൾ നിന്നീല ആ രാസലീലയിൽ. പാടി വണ്ടുകൾ അമ്മട്ടിൽ കൃഷ്ണനോടൊത്തു ഗോപികൾ. വണ്ടുകളും വരണ്ടു, അതൊരു സംഗീതമായിട്ട് മാറ്റി. എന്നിട്ടോ വിളങ്ങി പുരിവാർ കുന്തലഴിഞ്ഞും പൂക്കൾ ചിന്നിയും. അതായത് തലമുടിയിൽ കെട്ടി വെച്ചിട്ടുള്ള പൂക്കളൊക്കെ വീഴാൻ തുടങ്ങി. തലമുടിയിൽ വീഴാൻ തുടങ്ങിയവന് പൂക്കളുടെ കാര്യം പറയണോ? ആ വിധം ഗോപിമാരൊത്ത് ശോഭിച്ചു ഭക്തവത്സലൻ പ്രതിച്ഛായകളോടൊത്തു കളിക്കും പൈതൽ പോലവേ. അത് വലിയൊരു അർത്ഥമുള്ളതാണ്. പ്രതിച്ഛായകളോടൊത്ത് എന്ന് പറഞ്ഞാൽ നിഴൽ നോക്കി കളിക്കുന്ന കുട്ടികൾ പോലെ, അത്രയേ ഉള്ളൂ മാനസികമായിട്ട്. ആ വിധം ഗോപിമാരത്തു ശോഭിച്ചു ഭക്തവത്സലൻ. പ്രതിച്ഛായകളോട് എന്ന് പറഞ്ഞാൽ കൃഷ്ണനും ഗോപികമാരും വ്യത്യാസമില്ല. പിന്നെ അവിടെ ചുംബിച്ചെന്താ? ഓരോരോ കൃഷ്ണനായി ഓരോ ഗോപികയെയും മഹാപ്രഭു രമിപ്പിച്ചാൻ അലിഞ്ഞ് ആത്മാരാമനെങ്കിലും ഈശ്വരൻ വിയർത്തു കുങ്കുമം മാഞ്ഞു വിളങ്ങും അവർ തന്മുഖം തടവീ തൻ തളിർക്കയ്യാൽ തരുണാംബുജലോചനൻ. ഭക്തിയുടെ പാരവശ്യമാണ് അവിടെയൊക്കെ. വിയർത്തു കുങ്കുമം മാഞ്ഞു വിളങ്ങും അവർ തന്മുഖം തടവീ തൻ തളിർക്കയ്യാൽ തരുണാംബുജലോചനൻ. ലോലാക്ക് ഇളക്കി, ലോലാക്ക് എന്ന് പറഞ്ഞാൽ കാതിലത്തെ, ലോലാക്ക് ഇളക്കി അമൃതസ്മിതമാർന്നവർ നാഥനെ പുകത്തിപ്പാടിനാരുറ്റു നോക്കിക്കൊണ്ടതിഭംഗിയിൽ, വാത്സല്യത്തോടുകൂടി പ്രേമത്തോടുകൂടി നോക്കിക്കൊണ്ട് അതിഭംഗിയിൽ സ്വൈരലീലകളാലുണ്ടാം ക്ഷീണം തീർപ്പതിനച്യുതൻ കാളിന്തിയാറ്റിൽ അവരൊത്തിറങ്ങി കരുണാനിധി. എല്ലാവരും ക്ഷീണം മാറ്റാൻ വേണ്ടി വെള്ളം കുളിക്കുക. ചിരിച്ചു ഗോപിമാർ വെള്ളം തേവിയ പൂർണ്ണകാമനെ. ചിരിച്ചു ഗോപിമാർ വെള്ളം തേവിയ പൂർണ്ണകാമനെ ആനന്ദിപ്പിക്കെ വർഷിച്ചാർ വെൺപൂക്കൾ മെല്ലവേ. ദേവന്മാർ ദേവലോകത്ത് നിന്ന് പുഷ്പങ്ങളെടുത്ത് വിതറാൻ തുടങ്ങി. പലേ പൂമണം മുൾത്തിങ്ങും നികുഞ്ചങ്ങളിലും വിഭൂരമിച്ചാൻ ഗോപിമാരൊപ്പം ഭക്തവാത്സല്യവാരിധി. ഈ വണ്ണം വരകവികൾക്ക്
വർണ്ണനീയ ശ്രീവാക്യം രസഭരം ആർന്ന വെണ്ണിലാവിൽ കാർവർണ്ണൻ മനമിളകാതെ മിന്നിഗോപീഭാവത്താൽ അകമലിയും യഥാർത്ഥകാമൻ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ തൃശ്ശീതി തമസർഗ. 46-ാം ശ്ലോകം സാധാരണ ശ്ലോകങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. കാരണം അതിന് അക്ഷരങ്ങൾ കൂടും, അതിൻ്റെ ആശയവിനിമയത്തിൻ്റെ ഗാംഭീര്യം കൂടും. ഈ വണ്ണം വരകവികൾക്ക് വർണ്ണനീയൻ, അതായത് വരം വാങ്ങിയിട്ടുള്ള കവികൾക്ക് കൂടി വർണ്ണനീയ ശ്രീവാക്യം, അത്രയും മേലെ ശ്രീ ഐശ്വര്യത്തിടമ്പായിരിക്കുന്ന രസഭരമാർന്ന വെണ്ണിലാവിൽ, രസഭരം ആർന്ന വെണ്ണിലാവിൽ കാർവർണ്ണൻ മനമിളകാതെ എന്ന് മായയിൽ കുടുങ്ങാതെ എന്നുണ്ടർത്ഥം. മനമിളകാതെ മിന്നിഗോപി ഭാവത്താൽ അകമലിയും യഥാർത്ഥകാമൻ. ഇത് ശ്രീകൃഷ്ണ കഥകാമൃതേ കൽകൽമഷനാശനേ ലീലാഖണ്ഡേ ത്രശീതി തമസർഗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 84-ാം സർഗം. 84-ാം സർഗം രാസക്രീഡ 8-ാമത്തെ ഭാഗം. ശ്രദ്ധിക്കണം, രാസക്രീഡ 8-ാമത്തെ. 1-ാം ശ്ലോകം. സാധാരണന്മാർക്കുളവാം സംശയം തീരെ നീക്കുവാൻ, സാധാരണന്മാർക്കുളവാം സംശയം തീരെ നീക്കുവാൻ മഹാമുനിയോട് ഈ വണ്ണം ചോദിച്ചാൻ നൃപപുങ്കവൻ. പരീക്ഷിത് മഹാരാജ് ചോദിച്ചു, പലേ തവണയാം അമ്പേന്തി അരുളി ചെയ്തതെങ്കിലും, പലേ തവണ അമ്പേന്തി, എന്ന് പറഞ്ഞാൽ സ്നേഹനിധിയായിരിക്കുന്ന അങ്ങ് പല പ്രാവശ്യം അരുളി ചെയ്തെങ്കിലും തെറ്റിദ്ധരിച്ചിടരുതേ തിരുവള്ളത്തിലൽപ്പവും. ഒട്ടും സംശയം ഉണ്ടാവരുത് കേട്ടോ. തെറ്റിദ്ധരിച്ചിടരുതേ തിരുവള്ളത്തിലൽപ്പവും. അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ നിലനിർത്തുവാൻ അമ്പാർന്നവതരിച്ചിടും ഭഗവാൻ വിശ്വപാലകൻ. വേദമാർഗത്തെ ലോകത്തിന് ഉപദേശിക്കും ഈശ്വരൻ. യദുപുങ്കവനെന്നല്ല പൂർണ്ണകാമൻ മഹാപ്രഭു. യദുപുങ്കവനെന്നല്ല പൂർണ്ണകാമൻ മഹാപ്രഭു. ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കാണിക്കേണ്ടും കൃപാനിധി. ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കാണിക്കേണ്ടും കൃപാനിധി ചെയ്വതെമ്മട്ടിൽ ഈ നിന്യം പരധാരാഭിമർശനം. എല്ലാവർക്കും തോന്നുന്ന കൂട്ടത്തിലുള്ള സംശയമാണ്. മറ്റുള്ളവരുടെ ഭാര്യമാരായിരുന്നു ഗോപസ്ത്രീകളായിട്ട് ഇദ്ദേഹം ലീലാ വിനോദം അല്ലെങ്കിൽ രാസലീല ചെയ്തു. അതിൻ്റെ സാങ്കത്യം ഒന്ന് പറഞ്ഞു തന്ന തർക്കടില്ല എന്നാണ് പറഞ്ഞത്. മഹാന്മാർ ചെയ്വതാണല്ലോ മറ്റുള്ളവർ ചെയ്വതൊഴിയിൽ. ഭൂമിയിൽ അല്ലേ, ലോകത്തെ മഹാന്മാരെന്ത് ചെയ്തു അത് ചെയ്യ ആൾക്കാരെ. അപ്പോൾ അറിയുന്നില്ല ഇതിൻ തത്വം അരുളി ചെയ്യണം ഗുരു. സുഖബ്രഹ്മർഷിയോട് പറയാണ്, അങ്ങ് ദയവ് ചെയ്ത് എൻ്റെ സംശയത്തിനൊന്ന് ദൂരീകരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉടൻ ചിരിച്ച ഓതി മഹാമുനി മെല്ലവേ ഇങ്ങനെ, പല മഹാത്മാക്കളിലും ധർമ്മ അതിക്രമം ഈ വിധം കാണാം, ദോഷം അവർക്കില്ല. ഇനിയിപ്പോൾ അദ്ദേഹം എന്ത് തന്നെ ചെയ്താലും അത് അനുഭവിച്ചവർക്കും ദോഷമില്ല, അദ്ദേഹത്തിനും ദോഷമില്ല. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഉടൻ ചിരിച്ചോതി മഹാമുനി മെല്ലവേ ഇങ്ങനെ, പല മഹാത്മാക്കളിലും ധർമാതിക്രമം ഈ വിധം കാണാം, ദോഷം അവർക്കില്ല. ദഹിപ്പൂ തീയിലൊക്കെയും സാധാരണന്മാരമ്മട്ടിൽ ചെയ്തു പോകാൻ ഒരിക്കലും. ഇവിടെ ഭഗവാൻ ചെയ്തതും ഭഗവാനാൽ പറയപ്പെട്ടതുമായുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുകരിക്കരുത്. അതാണ് പല മഹാത്മാക്കളിലും ധർമാതിക്രമം ഈ വിധം കാണാം, ദോഷം അവർക്കില്ല. ദഹിപ്പൂ തീയിലൊക്കെയും സാധാരണന്മാരമ്മട്ടിൽ ചെയ്തു പോകാൻ ഒരിക്കലും. ഗോവർദ്ധനം ഒടുപ്പോന് ചെയ്തിടാം രാസലീലയും. ഗോവർദ്ധന പർവ്വതം എടുത്ത് പൊക്കി
വ്രജവാസികളെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ലീലാവിനോദത്തിന് വേണ്ടി രാസലീല ആടിയതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗോവർദ്ധനം എടുപ്പോന് ചെയ്തിടാം രാസലീലയും കാഗോളം മുൺമതും മൃത്യുഞ്ജയൻ ഐശ്വര്യകാരണം. ഇവിടെ കാഗോളം മുൺമതും മൃത്യുഞ്ജയൻ, അതായത് പാലാഴി കടഞ്ഞപ്പോൾ കാളകൂട വിഷം വന്നു. അപ്പോൾ മഹാവിഷ്ണു ശിവനെ ഒന്ന് നോക്കി. ഉടനെ അദ്ദേഹം തൻ്റെ ഇരു കൈകളെ കൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് വാരി കോരി കഴിച്ചു. അതന്നെ മഹാന്മാരോതുകിൽ കേൾക്കാം ചെയ്തതോർക്കാതെ ചൊയ്യല. മഹാന്മാർ പറഞ്ഞത് കേൾക്കാം, പക്ഷേ ചെയ്തതോർക്കാതെ ചെയ്യൽ. അവർ ചെയ്തത് എന്താണ് എന്തിനാണെന്ന് ഓർക്കാണ്ട് അത് ചെയ്യരുതെന്നാണ്. അപ്പോൾ നമ്മൾ മഹാന്മാരെ ഇപ്പോൾ ഭഗവാനെ കോപ്പി ചെയ്തിട്ട് ഉറിയടിക്കുക, അതൊക്കെ തെറ്റ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ബുദ്ധിമാനവർദ്ധൻ വാക്കിൽ യോജിക്കാത്തത് ചെയ്തിടാ. ബുദ്ധിമാനാണ് അവർ ഈ ഈശ്വര നാമങ്ങളൊക്കെ ജപിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അഹങ്കാരം അകന്നുള്ള മഹാന്മാർ പോലും ഈ വിധം പ്രാരബ്ധം പോകുവാൻ ചെയ്തു കാണാം പലതും മൊഴിയിൽ. അഹങ്കാരം അകന്നുള്ള മഹാന്മാർ പോലും ഈ വിധം പ്രാരബ്ധം പോകുവാൻ ചെയ്തു കാണാം പലതും മൊഴിയിൽ. അവർക്കൊക്കെ നിയന്താവായി മിന്നും വിഷയനാഥനിൽ പുണ്യപാപങ്ങൾ ബാധിക്കില്ല ഇനി ചൊല്ലിടാമല്ലോ. നിങ്ങൾ ഒന്നുകൊണ്ടും ആശങ്കക്കുള്ളൊരു ആവശ്യമില്ല. അവർക്കൊക്കെ നിയന്താവായി മിന്നും വിഷയനാഥനിൽ പുണ്യപാപങ്ങൾ ഇല്ല ഇനി ചൊല്ലിടാമോ. പറഞ്ഞു. ഗോപിമാർക്കും അതേപോലെ ഗോപന്മാർക്കും ഒരേ തരം ഉള്ളിൽ മിന്നീടും ആത്മാവാം വിളയാടുവതെങ്ങനെ. ഗോപസ്ത്രീകൾക്കും മാത്രമല്ല, ഗോപന്മാർക്കും ഒരേ തരം ഉള്ളിൽ മിന്നീടും ആത്മാവാം വിളയാടുവതെങ്ങനെ. വെറും പ്രാകൃതം എന്നോർത്ത് പോകായിക ഈ ദിവ്യലീലകൾ. അല്ലെങ്കിൽ അഖിലാത്മാവിനങ്ങു പരനാരികൾ മറ്റുള്ളവരുടെ സ്ത്രീകൾ എങ്ങനെ. അതിന് ഒന്നുകൂടി അത് സൂക്ഷ്മമായിട്ട് പറയണം. ഏതേതവരിലും വിശ്വപ്രേമമുൾ പോകുമാവിധം മർത്യവേഷത്തിൽ അമ്പാർന്നു കളിച്ചു കരുണാനിധി. മികവേറിയ ശൃംഗാരഭാവത്തിൽ കൂടി ജീവനെ മിന്നിച്ചു വരും ഈ രീതി മന്നിടത്തിൽ അപൂർവമാം. മന്നിടത്തിൽ ലോകത്ത് വളരെ അപൂർവമാണ്. ഏത്? ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സവിധത്തിൽ ലീലാവിനോദം ആടാൻ കിട്ടിയിട്ടുള്ള സന്ദർഭം. അതുകൊണ്ടാണ് മികവേറിയ ശൃംഗാരഭാവത്തിൽ കൂടി ജീവനെ മിന്നിച്ചു വരും ഈ രീതി മന്നിടത്തിൽ അപൂർവമാം. ചൊല്ലാം ഇതിനു തെളിവായി ഐതിഹ്യം കേട്ടതൊന്നു ഞാൻ. സാരംഭം മാത്രം അകക്കാമ്പിൽ ഓർത്താൽ മതി മഹാമതേ. എന്താ പറഞ്ഞത്? ചൊല്ലാം ഇതിനു തെളിവായി ഐതിഹ്യം കേട്ടതൊന്നു ഞാൻ. സാരം മാത്രം മകക്കാമ്പിൽ ഓർത്താൽ മതി മഹാമതേ. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ പറയാം. വളരെ സുസ്തി വരുന്നുണ്ട്, ഞാനവിടെ നിർത്തുക. മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേദാന്തം തന്നെയാണ്. മനസ്സിലായില്ലേ? അത് വളരെ ശ്രദ്ധിച്ച് പറയണം. അപ്പോൾ ഓർക്കം തൂങ്ങിയാൽ ശരിയാവില്ല. 589. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം. നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതത്തിലെ 84-ാം സർഗം രാസക്രീഡയിലെ അവസാനത്തെ ഭാഗം 17-ാമത്തെ ശ്ലോകം ആണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്.
ചൊല്ലാം ഇതിനു തെളിവായി ഐതിഹ്യം കേട്ടതൊന്നു ഞാൻ, സാരം മാത്രം അകക്കാമ്പിൽ ഓർത്താൽ മതി മഹാമതേ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോക. എന്താ? ചൊല്ലാം ഇതിനു തെളിവായി ഐതിഹ്യം കേട്ടതൊന്നു ഞാൻ, സാരം മാത്രം അകക്കാമ്പിൽ ഓർത്താൽ മതി മഹാമതേ. ഇത് എല്ലാ സബ്ജക്റ്റിനും ഇത് ഭാഗമാണ്. നമ്മളൊന്നും കാണാൻ പാടും പിടിക്കണം. സാരം മനസ്സിലാക്കി പെരുമാറിയാൽ മതി. അത് എന്താണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ത്വഗ്രോഗം പിടിപെട്ടേറെ വലഞ്ഞിടും ഒരന്തണൻ സിദ്ധവൈദ്യൻ ഒരാളോട് ചോദിച്ചാൻ അതിന് ഔഷധം. ഇതിൻ്റെ മുമ്പത്തെ ഭാഗം ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് സ്ലീപ്പി ആയിരുന്നു. അത് കാരണം എനിക്ക് തന്നെ ഒരു ഐ ആം നോട്ട് കൺവിൻസ്ഡ്. പക്ഷെ എന്താ ചെയ്യാം. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ക്ലച്ച് പിടിച്ചത്. ത്വഗ്രോഗം പിടിപെട്ടേറെ വലഞ്ഞിടും ഒരന്തണൻ, ഒരു ബ്രാഹ്മണൻ, സിദ്ധവൈദ്യൻ ഒരാളോട് ചോദിച്ചാം അതിനൗഷധം. എന്താ? പെരുമ്പാമ്പിനെയ്യു നാൾ അഞ്ചിടങ്ങഴി ചെലുത്തുവാൻ വിധിച്ചാൻ, അത് കൈകൊണ്ടില്ല അദ്ദേഹം. വിശ്വനാഥനെ വിശ്വസിച്ച് അഖിലാതങ്കമകറ്റും ചന്ദ്രചൂടനെ ഭജിച്ചാൻ ഭക്തിപൂർവം ചെന്നൊരു ആണ്ട് അത്യന്ത പുണ്യവാൻ. ഈ ഒരു ശ്ലോകത്തിൽ നാരായണീയ കർത്താവായിരിക്കുന്ന ഭട്ടതിരി എഴുത്തച്ഛനോട് ചോദിക്കണ്ടായി, ഞാൻ എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്ന്. അതേപോലെയാണ് ഇവിടെ ഒരു കഥയാണ് പറഞ്ഞത്. പെരുമ്പാമ്പിൻ നെയ്യു നാലഞ്ചിടങ്ങടി ചെലുത്തുവാൻ വിധിച്ചാൻ, അത് കൈകൊണ്ടില്ല അദ്ദേഹം. വിശ്വനാഥനെ വിശ്വസിച്ച് അഖിലാതങ്കം അകറ്റും ചന്ദ്രചൂടനെ. അതിൻ്റെ അർത്ഥവ്യാപ്തി കുറേ ജാസ്തി കേട്ടോ. വിശ്വസിച്ച ആതങ്കമകറ്റും ചന്ദ്രചൂടനെ. കാരണം ഈ ഭൂമണ്ഡലത്തിലുള്ള ജീവരാശികളെയൊക്കെ സംരക്ഷിച്ച ആളാണ് ആര്? സാക്ഷാൽ പരമശിവൻ. പാലാഴി മദന സമയത്ത് കാളകൂട വിഷം വന്നപ്പോൾ ഒരു സെക്കൻഡ് തോട്ടും ഇല്ലാണ്ട് അതിനെ മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു? വാരിക്കോരി കുടിച്ചു. അത് ഇറങ്ങിപ്പോവാതെ ഇരിക്കാൻ ഭഗവതി ചങ്ക് പിടിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട്. അത് പക്ഷെ എങ്ങനെയായാലും നീലകണ്ഠൻ എന്നുള്ള പേര് വന്നു. ആ വിഷം മുഴുവൻ കഴുത്തിൽ ഉറച്ചു. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഭജിച്ചാൻ പൂർവം ചെന്നൊരാണ്ട് അത്യന്ത പുണ്യവാൻ. 21ാമത്തെ ശ്ലോകം. 2 വരെയുള്ളൂ. സ്വപ്നത്തിൽ ഒരു നാൾ അമ്പാർന്ന് ഓതിനാൻ അഗജാവരൻ ശിവൻ എന്നർത്ഥം. അഗജാവരൻ, അതായത് അഗജാവരൻ എന്ന് പറഞ്ഞെങ്കിൽ അഗജം സ്വപ്നത്തിലൊരു നാളമ്പാർന്നോതിനാൻ അഗജാവരൻ. 4-5 കാതം ദൂരത്തിലൊരിടം പുഴവക്കിലായി ഏകാന്തവാസമാർന്നീ മട്ടാറുമാസം ഭജിക്കുവാൻ. സ്വപ്നത്തിൽ എന്താ കണ്ടത്? 4-5 കാതം, ഒരു അന്നത്തെ കാലത്ത് ദൂരം കാണിക്കണതാണ്. 4-5 കാതം ദൂരത്തിൽ ഒരിടം പുഴവക്കിലായി ഏകാന്തവാസമാർന്ന് ഈ മട്ടാറുമാസം ഭജിക്കുവാൻ. അത് അദ്ദേഹം പറയാണ് സ്വപ്നത്തിൽ. ഒരു കാര്യം ചെയ്യൂ, കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ ഒരു പുഴവക്കൽ നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് കുളിക്കുക, ഭജിക്കുക എന്നാണ് പറഞ്ഞത്. വെള്ളവും കായ്കനികളും മാത്രം ഭക്ഷിച്ചും അങ്ങനെ ചെയ്താനന്ദന നാൾ തന്നെ മാറി വിസ്മയമാം വിധം. വെള്ളവും കായ്കനികളും, അതായത് ആ പുഴയിലത്തെ വെള്ളം കുടിക്കുക, അവിടെയുള്ള കായ്കനികൾ ഭക്ഷിക്കുക, ചെയ്താൻ അന്തണൻ നാൾ തന്നെ മാറി വിസ്മയമാം വിധം. അദ്ദേഹത്തിന് രോഗം മാറിയെന്നാ. അതെന്താ കാരണം? ഈ പുഴയിലൊരു പെരുമ്പാമ്പ് ചത്ത് കിടക്കുന്നുണ്ടായല്ലേ. അപ്പോൾ അതിൻ്റെ നെയ്യ് ഇയാളുടെ ശരീരത്തിനും വെള്ളത്തിൽ കുടിക്കുന്നതും അതിൽ പ്രമോഷനുണ്ടോ. അങ്ങനെ ഒരു 6 മാസമായപ്പോൾ ആദ്യം എന്താ പറയുക, സിദ്ധവൈദ്യനോട് ചോദിച്ചു. അപ്പോൾ പെരുമ്പാമ്പിൻ്റെ നെയ്യ് 4-5 ഇടങ്ങളിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ. അത് വാസ്തവത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ
സ്വർണം പോലെ വിളങ്ങിക്കൊണ്ട് ആരോഗ്യദൃഢഗാത്രനായി സ്വർണം പോലെ വിളങ്ങിക്കൊണ്ട് ആരോഗ്യദൃഢഗാത്രനായി ഭിഷഗ്വരൻ അതിൽ മൂലം അങ്ങിങ്ങാരാഞ്ഞു നോക്കവേ വൈദ്യൻ ബ്രാഹ്മണനോട് ചോദിച്ചു, അങ്ങ് എന്താ എൻ്റെ അടുത്ത് വന്നു, ഞാൻ മരുന്ന് പറഞ്ഞു, അത് അങ്ങ് സ്വീകരിച്ചില്ല, പക്ഷെ അങ്ങ് എന്താ ചെയ്തത്? അതേ മരുന്നിരട്ടിച്ചു ചെന്നതായി കണ്ടു വിപ്രനെ. ഈ 5 അടങ്ങഴി നെയ്യ് അത് 10 അടങ്ങഴി കഴിച്ച ഫലമുണ്ടല്ലോ, അതേ മരുന്നിരട്ടിച്ചു ചെന്നതായി കണ്ടു വിപ്രനെ. നമസ്കരിച്ചു മിണ്ടാതെ മടങ്ങിപ്പോയി മഹാമതി. ഭിഷഗ്വരൻ മടങ്ങിപ്പോയി. ദിവ്യമാം പ്രേമമാധുര്യം രുചിക്കാത്ത മനുഷ്യനിൽ സാധാരണക്കാർക്ക് ഈ ദിവ്യമായിട്ടുള്ള പ്രേമം എന്താണെന്ന് അറിയില്ല. അവർക്ക് ഈ ശാരീരിക പ്രേമം മാത്രമേ അറിയുള്ളൂ. ആധ്യാത്മിക പ്രേമം എന്താണെന്ന് അറിയില്ല. അപ്പോൾ രുചിക്കാത്ത മനുഷ്യനിൽ വെറും കാമങ്ങളിൽ കൂടി ഉൾപ്പുകിപ്പാൻ കൃപാനിധി. അതായത് എന്താ പറഞ്ഞത്? വെറും കാമങ്ങളിൽ കൂടി ഉൾപ്പൂകിപ്പാൻ, ഉള്ളിലേക്ക് കിടക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? കൃപാനിധി പല ബഹിർമുഖന്മാരെ പോലും സ്വാകൃഷ്ടരാക്കുവാൻ. ഈ ജീവിത സന്ധാരണത്തിൽ പലതരത്തിലുള്ള ബഹിർമുഖന്മാരെ, ബഹിർമുഖന്മാരെന്ന് പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വം കണ്ട് ഭ്രമിക്കുന്നവരെ സ്വാകൃഷ്ടരാക്കുവാൻ, തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഭക്തിജ്ഞാനങ്ങളിൽ നിന്നും മന്നിൽ മായാതെ നിർത്തുവാൻ. ഈ ഗോപസ്ത്രീകളുടെ ഈ പ്രേമം എന്താ? ഭക്തിജ്ഞാനങ്ങളെന്നും, ഭക്തിജ്ഞാനം വൈരാഗ്യം കൂടി അയാൾ ബഹുകേമം. ഭക്തിജ്ഞാനങ്ങളിൽ നിന്നും മണ്ണിൽ മായാതെ നിർത്തുവാൻ ഈ വണ്ണം ആത്മാരാമൻ വന്ന് അലിഞ്ഞ് അത്ഭുതലീലകൾ ചെയ്തതിന്നോർക്കിൽ നാം തെല്ലൊരഭിനന്ദനമെങ്കിലും. അല്ലേ? ഭഗവാന്റെ ദിവ്യ പ്രേമം എക്സ്പ്രസ് ചെയ്തതിൽ ഈ രാസക്രീഡ എന്നുള്ള 8 സർഗത്ത് കൂടി നമ്മൾ എന്തൊക്കെ പഠിച്ചു ഭഗവാനെ പറ്റിയിട്ട്. അതെല്ലാം ഈ വണ്ണം ആത്മാരാമൻ വന്നരിഞ്ഞ് അത്ഭുതലീലകൾ ചെയ്തതിന്നോർക്കിൽ നാം തെല്ലൊരു അഭിനന്ദനമെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞതേ. കരുണാനിധി തൻ മുമ്പിലോ തീടായിൽ അതിൽ പരം പാപം എന്തുണ്ട ഉലകിൽ എന്നുര ചെയ്യുക മഹാമതേ. ഇപ്പോൾ കാര്യം മനസ്സിലായോ? കരുണാനിധി തൻ മുമ്പിലോതിയിടായകൾ അതിൽ പരം പാപം എന്തുണ്ട് ഉലകിൽ എന്നുര ചെയ്യുക മഹാമതേ. എന്താണ് അർത്ഥം പറയാം? അതായത് ഇന്ന് നമ്മൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. ഭഗവാൻ തന്ന സൗകര്യങ്ങളെപ്പറ്റി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ കൃപണന്മാരാവും. കൃതജ്ഞത എന്നുള്ളത് പോയിട്ട് കൃതജ്ഞതയാവും. അത് പാടില്ല. ഗോപന്മാരരികിൽ തന്നെ കണ്ടു ഗോപി ജനങ്ങളെ അസൂയയാർന്ന് ഇല്ല അണുവും മായാമാനുഷബാലനിൽ. ഈ മായാമനുഷ്യനായിട്ട് കുട്ടി ആയിട്ടുള്ള ഈ ശ്രീകൃഷ്ണനോട് ഗോപന്മാർക്ക് ഒരു ദേഷ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗോപന്മാരരികിൽ തന്നെ കണ്ടു ഗോപി ജനങ്ങളെ അസൂയയാർന്നില്ല അണുവും തലനാരഴയ്ക്ക് മായാമാനുഷബാലൻ. കൃഷ്ണാഭിനന്ദിതകളായി കൃഷ്ണനെ അഭിനന്ദിച്ചു. ആരെ? ഗോപസ്ത്രീകളെ. കൃഷ്ണ അഭിനന്ദിതകളായി വിലസീടിന ഗോപികൾ മനസ്സില്ലെങ്കിലും ചെന്നാരുഷസിംഗൽ നിജാലയം. ഈ അതികോമളമായിട്ടുള്ള അതിഗഹനമായിട്ടുള്ള രാസക്രീഡ പൂർണ്ണചന്ദ്രൻ ഉദിച്ച രാത്രിയിൽ കാളന്തി നദിയുടെ പുളിനത്തിൽ കഴിഞ്ഞ് മനസ്സില്ലെങ്കിലും ചെന്നാരുഷസിംഗൽ നിജാലയം അവരവരുടെ വീട്ടിലേക്ക് എത്തി. ഇനി അതിൽ ഏറ്റവും അവസാനത്തെ ശ്ലോകം 31ാമത്തെ ശ്ലോകം. ഗോപീജനത്തോടൊരുമിച്ച് മുകുന്ദൻ ആർന്ന
വിഖ്യാതലീലകൾ ഇത് അമ്പോട് കേൾക്കുവോനും. ഇവിടെയാണ് നാരായണീയവും ഭാഗവതും കൂടിയുള്ള വ്യത്യാസം. ഗോപീജനത്തോടൊരുമിച്ചു മുകുന്ദൻ ആർന്ന വിഖ്യാതലീലകളിതമ്പോട് കേൾക്കുവോനും. കീർത്തിച്ചിടും നരനും ഏതുതരം കനത്ത ഹൃദ്രോഗവും ക്ഷണം അകന്ന് ജഗത്തിൽ മിന്നും. ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ ഹൃദയസ്തംഭനം എന്നല്ല, അറിവില്ലായ്മതാ. ഹൃദ്രോഗം ക്ഷണമകന്ന് പെട്ടെന്ന് അകന്ന് ജഗത്തിൽ മിന്നും. ഗോപീജനത്തോടൊരുമിച്ചു മുകുന്ദനാർന്ന വിഖ്യാതലീലകൾ അത് അമ്പോട് കേൾക്കുവോനും. കീർത്തിച്ചിടും നരനും ഏതുതരം കനത്ത ഹൃദ്രോഗവും ക്ഷണം അകന്ന ജഗത്തിൽ മിന്നും. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാഖണ്ഡേ ചതുരശീതിമസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 85-ാം സർഗം. ഈ 85-ാം സർഗത്തിൻ്റെ ഹെഡിങ് ഞാൻ എഴുതി വെച്ചിട്ടില്ല, അത് പറയാം, എന്നിട്ട് തുടങ്ങാം. 85-ാം സർഗം പറയാം. അംബികാവനയാത്രയും സുദർശനാനുഗ്രഹവും. അംബികാവനയാത്ര അത് ഞാൻ അത് ഇവിടെ എഴുതി വയ്ക്കാവും നല്ലത്. അംബികാവനയാത്ര. അംബികാവനയാത്രയും സുദർശനാനുഗ്രഹം. സുദർശന അത് എങ്ങനെ തുടങ്ങേണ്ടത്? ശ്ലോകം 1. അധപ്പതിച്ചു മാഴ്കിടും ഏതു ജീവനെയും വിഭു. ഭഗവാൻ അധപ്പതിച്ചു മാഴ്കിടും ഏതു ജീവനെയും വിഭു. അനുഗ്രഹിപ്പാൻ അങ്ങോട്ടു ചെന്നു സന്ദർഭമേകിയും. എന്താ രസം അല്ലേ? ഭഗവാൻ ഒരു ഭക്തനെ അനുഗ്രഹിക്കേണ്ട സമയമായാൽ ഭഗവാൻ അറിയാം, ഭക്തൻ പറയേണ്ട ആവശ്യമില്ല, ഭഗവാൻ ഭക്തൻ്റെ അടുത്തേക്ക് എത്തും. വളരെ 101% കറക്റ്റാത്. അനുഗ്രഹിപ്പാൻ അങ്ങോട്ടു ചെന്നു സന്ദർഭമേകിയും. കാലദേശങ്ങൾ ഉൾക്കാമ്പിൽ മറക്കാതോർമ്മ വെച്ചുടൻ. ഭഗവാൻ കാലദേശങ്ങൾ ഉൾക്കാമ്പിൽ മറക്കാതോർമ്മ വെച്ചുടൻ കാത്തുരക്ഷിച്ച കാരുണ്യകഥയൊന്നുര ചെയ്തിടാം. ഭക്തനെ കാത്തു രക്ഷിച്ച കഥ ഒന്ന് പറയാമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾക്ക് മിസ്സാവില്ലേ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ? ഒരു നാൾ ഉത്സവം കാൺമാൻ ഗോപന്മാർ കൗതുകത്തിനാൽ കാളവണ്ടികളിൽ കയറി പോകിനാർ അംബികാവനം. കഥ പറയാണ്. ഒരു നാൾ ഉത്സവം കാൺമാൻ ഗോപന്മാർ കൗതുകത്തിനാൽ കാളവണ്ടികളിൽ കയറി പോകിനാർ അംബികാവനം. സരസ്വതി നദി സ്നാനം ചെയ്തുടൻ ഭക്തിപൂർവകം ഉമാമഹേശ്വരന്മാരെ പൂജിച്ചു. വിധി പോലെ യഥാവിധി എന്ന് പറയാം. സരസ്വതി നദി സ്നാനം ചെയ്തുടൻ ഭക്തിപൂർവകം ഉമാമഹേശ്വരന്മാരെ പൂജിച്ചു വിധി പോലവേ. എപ്പോഴും സ്ത്രീന് മുമ്പ് രാധേശ്യാം രുക്മിണി സത്യഭാമാസമേതനായ കൃഷ്ണൻ എന്നൊക്കെ പറയാം അല്ലേ? പാർവതീപതി അല്ലേ? ലക്ഷ്മി നാരായണൻ. അതെ. അപ്പോൾ വിപ്രർക്കു പണവും പട്ടും നൽകി നിന്നു പലേവരും. വിപ്രർക്ക്, ബ്രാഹ്മണർക്ക് പണവും പട്ടും നൽകി നിന്നു പലേവരും. പശുദാനങ്ങളും ചെയ്തു ഭഗവത് പ്രീതി കാംക്ഷികൾ. ഭഗവത് പ്രീതി ഉണ്ടാവും, പശുദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാം. തീർത്ഥം സേവിച്ചു വന്ന് ആറ്റിൻ കരയ്ക്കൽ അവരേവരും ശിവരാത്രി ഉറങ്ങാതെ കഴിച്ചു ഭാഗ്യശാലികൾ. ആലോചിച്ച് നോക്കണം, ഭാഗവതത്തിലാണ് ശിവരാത്രിനെ പറ്റി പറഞ്ഞത്. ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ തീർത്ഥം സേവിച്ചു വന്ന് ആറ്റിൻ കരയ്ക്കൽ അവരേവരും ശിവരാത്രി ഉറങ്ങാതെ കഴിച്ചു ഭാഗ്യശാലികൾ. പെരുമ്പാമ്പൊന്നിഴഞ്ഞെന്തോ
പുണ്യത്താൽ അങ്ങണഞ്ഞുടൻ ഉറങ്ങിപ്പോയ നന്ദൻ്റെ കഴുത്തോളം വിഴങ്ങിനാൻ. ഇതാണ് സുദർശനൻ. പിന്നെ സുദർശനാനുഗ്രഹം എന്ന് പറഞ്ഞില്ലേ, ആരാണ് എന്താണ് നോക്കാം. അപ്പോൾ പറഞ്ഞു, പെരുമ്പാമ്പൊന്നിഴഞ്ഞെന്തോ പുണ്യത്താൽ അങ്ങണഞ്ഞുടന്ന. പെരുമ്പാമ്പിൻ്റെ പുണ്യം കൊണ്ടാണ് നന്ദഗോപരെ വിഴുങ്ങിയത്. കഴുത്ത് വരെ എത്തിയണു. അപ്പോൾ ഉറങ്ങിപ്പോയ നന്ദൻ്റെ കഴുത്തോളം വിഴുങ്ങിനാൻ അദ്ദേഹം ഉണ്ണിയെ വിളച്ചുറക്കെ ചൊല്ലി ഇങ്ങനെ. ആരെ? ശ്രീകൃഷ്ണനെ വിളിച്ച് കരയാണ്. അദ്ദേഹം ഉണ്ണിയെ വിളിച്ചുറക്കെ ചൊല്ലി ഇങ്ങനെ, കൃഷ്ണ കൃഷ്ണ പെരുമ്പാമ്പിൻ വായിൽ നിന്ന് വിടിക്കണേ, രക്ഷിക്കണേ മോനെ, നീ അല്ലാണ്ട് ആരുമില്ല. കൃഷ്ണ കൃഷ്ണ പെരുമ്പാമ്പിൻ വായിൽ നിന്ന് വിടിക്കണേ. ഗോപാലന്മാർ നിലവിളി കേട്ടെണീറ്റോടി വന്നുടൻ തീക്കൊള്ളി കൊണ്ടുതാൻ തല്ലി തങ്ങൾക്കാവുന്ന മാതിരി. അതാണല്ലോ, തങ്ങൾക്കാവുന്ന പോലെ തീക്കൊള്ളി കൊണ്ട് എന്ത് ചെയ്തു? ഈ പെരുമ്പാമ്പിനെ ഉപദ്രവിച്ചു വരെ, അല്ലെങ്കിൽ പ്രതിരോധിച്ചു. ഉപദ്രവിക്കില്ല, പ്രതിരോധിച്ചു. മെയ്യാകെ പൊള്ളിയും അവൻ വിട്ടിടാകെ മഹാപ്രഭു. അതായത് ഇങ്ങനെയൊക്കെ ഭേദ്യം ചെയ്തിട്ടും പെരുമ്പാമ്പ് വിട്ടില്ല. അപ്പം എന്താ സത്യം? കൃഷ്ണനൊന്ന് തൊട്ടാലേ ഇയാൾക്ക് മോക്ഷം കിട്ടുള്ളൂ, സുദർശനന്. മെയ്യാകെ പൊള്ളിയും അവൻ വിട്ടിടാകെ മഹാപ്രഭു. ഓടിയെത്തിയതിൻ വാലിൽ തൊട്ടാൻ തൃപ്പതാരിനാൽ. കാലുകൊണ്ടൊന്ന് ചവിട്ടി. ശ്രദ്ധിക്കണം. ഓടിയെത്തിയതിൻ വാലിൽ തൊട്ടാൻ തൃപ്പാദധാരിനാൽ മുകുന്ദചരണാംബോധസ്പർശത്താൽ പാപമൊക്കെയും നീങ്ങി മിന്നിയുടൻ വിദ്യാധരനായി അതിപുണ്യവാൻ. സുദർശനൻ എന്നുള്ളൊരു വിദ്യാധരനാണ്. ആരെ? ആ പാമ്പ്. ആൾക്ക് ശാപം കിട്ടി, ശാപമോക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. മുകുന്ദചരണാംഭോജസ്പർശത്താൽ പാപമൊക്കെയും നീങ്ങി മിന്നി ഉടൻ വിദ്യാധരനായ അതിപുണ്യവാൻ. നമസ്കരിച്ചെഴുന്നേറ്റു രത്നമാലയണിഞ്ഞവൻ കൈകൂപ്പി നിൽക്കേ ചോദിച്ചാൻ ഏതിനും സാക്ഷിയായവൻ. ആരാ ഏതിനും സാക്ഷിയായവൻ? ഭഗവാൻ ശ്രീഹരി. ബ്രഹ്മം. അതായത് ഞാനും നിങ്ങളും അനവരതം കാട്ടിക്കൂട്ടുന്ന ജീവിത സന്ധാരണത്തിൻ്റെ ഡയറി ആരാ എഴുതണത്? ഭഗവാൻ. എവിടെ? അദ്ദേഹത്തിൻ്റെ കൈ. കാരണം അദ്ദേഹം അന്തര്യാമയായിട്ട് എല്ലാ ജീവജാലങ്ങളിലുണ്ടേ. നമ്മൾ ആരെ പറ്റി സംസാരിച്ചു, നമ്മുടെ അഭിപ്രായം എന്താ, ഇതിനൊക്കെ മാർക്കിടും. അപ്പോൾ എപ്പോഴും നമ്മൾ നന്മ മാത്രം കാണാം ജീവിതത്തിൽ. അപ്പോൾ അദ്ദേഹം ദിനം രാത്രം, അതായത് സൂര്യനെയും പകലിനെയും രാത്രിനെയും സാക്ഷിയാക്കിയിട്ടുണ്ട്. ആരെന്തൊക്കെ ചെയ്യണം. അതിൽ ഈ പഞ്ചഭൂതങ്ങളും പെടും. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ദിനം രാത്രി, ചന്ദ്രൻ, സൂര്യൻ, ഇതര നക്ഷത്രങ്ങൾ പറഞ്ഞില്ലേ, ഇവരൊക്കെയാണ് സാക്ഷി. അവരാണ് റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളെ സൂക്ഷ്മമായിട്ട് ഭഗവാൻ നിരീക്ഷിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ അപകടമാണ് ചെയ്യുന്നത്. അപകടം ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. നന്മ ചെയ്താലോ സുന്ദരമായിട്ട് മുക്തി ഉറപ്പിക്കാം. പ്രശ്നമില്ലേ? അപ്പോൾ നമസ്കരിച്ചെഴുന്നേറ്റു രത്നമാലയണിഞ്ഞവൻ കൈകൂപ്പി നിൽക്കെ ചോദിച്ചാൻ ഏതിനും സാക്ഷിയായവൻ. ആ ഏതിനും സാക്ഷിയായെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയാൽ ജീവിതം രക്ഷപ്പെട്ടു. അതിസൗന്ദര്യമാർന്നിടും അങ്ങ് ഈ വൻകാട്ടിൽ ഈ വിധം പെരുമ്പാമ്പാകുവാൻ മൂലം അറിഞ്ഞില്ല സുദർശന എന്നുള്ളത് ഇതിൻ്റെ പേര് ഭഗവാൻ അറിയാം. അതിസൗന്ദര്യമാർന്നിടും അങ്ങ് ഈ വൻകാട്ടിൽ ഇങ്ങനെ ഒരു പെരുമ്പാമ്പായി വന്ന് എൻ്റെ അച്ഛനെ വിഴുങ്ങാൻ ശ്രമിച്ചതെന്തിനാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ തൃക്കാൽക്കലെത്രയും അവൻ താണുമല്ലേ ഉണർത്തിനാൻ. അതായത് തൃക്കാൽക്കലെത്രയും അവൻ താണുമല്ലേ ഉണർത്തിനാൻ. അടിയങ്ങൾക്ക് പേരോർക്കിൽ അതുതന്നെ സുദർശനൻ. അടിയങ്ങൾക്ക് എൻ്റെ പേര് സുദർശനാണ്. അത് അങ്ങ് ഓർത്തിട്ടുണ്ട്. എനിക്ക് സന്തോഷമായിന്നാ. ഇനി ആ കഥ പറയണോ? എന്താ കഥ? സർവജ്ഞനാകും അവിടേക്കറിയാം ഏതുമെങ്കിലും എല്ലാം അങ്ങേക്കറിയാൻ. ചോദിച്ചാൽ പറയും വേണം. ചൊല്ലുന്നേൻ ഞാൻ ജാതിയെങ്കൽ ഒരു വിദ്യാധരൻ വിഭു. ഞാൻ ചില്ലറക്കാരനല്ല, വിദ്യാധരനാണ്. പക്ഷേ എനിക്കൊരു ശാപം കിട്ടി.
ധനവും വിദ്യയും സൗന്ദര്യവും ആരോഗ്യവും പ്രഭു അവിടുന്നേകി എന്നാലും എന്നാലും ആയത് ഓർമ്മിച്ചിടാതെ ഞാൻ ധനവും വിദ്യയും സൗന്ദര്യവും ആരോഗ്യവും പ്രഭു അവിടുന്നേകി എന്നാലും ആയതോർമ്മിച്ചിടാതെ ഞാൻ. അപ്പോൾ ഭഗവാൻ നമ്മൾക്ക് എന്തൊക്കെ സൗകുമാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിനൊന്നും നമ്മൾ മറക്കരുത്. എപ്പോഴും ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി താണ് വീണ് കരയണം. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ വിമാനങ്ങളിലും മറ്റും ഉലാത്തിക്കൊണ്ട് നിർഭയം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടങ്ങിങ്ങായും ആയുഷ്കാലം കഴിക്കവേ. വിമാനങ്ങളിലും മറ്റും ഉലാത്തിക്കൊണ്ടു നിർഭയം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടങ്ങ് ആയുഷ്കാലം കഴിക്കവേ. തപസ്സാലും മുടലൊട്ടേറെ ചടച്ച മുനിവര്യനെ. തപസ്സുകൊണ്ട് ആഹാരം കഴിക്കാണ്ടിരുന്നാൽ ശരീരം ക്ഷീണിക്കും. അതാണ് തപസ്സിൻ്റെ ഉദ്ദേശം. തപസ്സാലുടലൊട്ടേറെ ചടച്ച മുനിവര്യനെ ജനകൻ്റെ സദസ്യങ്കൽ അഷ്ടാവക്ര മഹാമുനി അരുളി ചെയ്തു കേട്ടുള്ളതോർമ്മിച്ചിടാതെ ഗർവിനാൽ ഹസിച്ചുപോയേൻ. അഷ്ടാവക്രമുനി പറഞ്ഞത് കേട്ടിട്ട് ഞാനൊന്ന് ചിരിച്ചു, അപഹസിച്ചു. പാപത്താൽ പാമ്പായി തീർന്ന അതിൻ ഫലം. ഇപ്പോൾ മനസ്സിലായോ? നമ്മളൊരാൾ പറയണത് കേട്ട് അദ്ദേഹത്തിനെ പരിഹസിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊന്ന് ചിരിച്ചാൽ അത് മഹാപാപമായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ശാസ്ത്രീയ ഗ്രന്ഥമാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് എന്താണെന്നാ പറയുക, അന്ധവിശ്വാസത്തിൻ്റെ ഒരു കുന്നല്ല ഇത്, അല്ലെങ്കിൽ ഹിമാലയ അല്ല. ഹസിച്ചു പോയേൻ പാപത്താൽ പാമ്പായി തീർന്നതിൻ ഫലം ആ മഹാത്മാക്കളെന്ന് ഈ ശാപം അല്ല അനുഗ്രഹം. അപ്പോൾ അഷ്ടാവക്രൻ എന്നെ ശപിക്കുകയല്ല ചെയ്തത്, എന്നെ അനുഗ്രഹിക്കുക ചെയ്തത്. എങ്ങനെ? ആ മഹാത്മാക്കളെന്ന് ഈ ശാപം അല്ല അനുഗ്രഹം. അല്ലെങ്കിൽ ഇന്ന് ഈ നിൻ തൃക്കാൽ പൊടി ഞാൻ ഏൽപ്പതെങ്ങനെ. ഭഗവാന്റെ പാതാരവിന്ദത്തിലുള്ള ആ ഭൂമി, അതായത് പൊടികൾ, പിന്നെ പാംസു അല്ലേ, മന്ദരികൾ എങ്ങനെയാണ് അവരങ്ങനെ ശപിച്ചിട്ടില്ലെങ്കിൽ ഈ ശാപമോക്ഷം എങ്ങനെ ഉണ്ടാവുക? വെൺപൂകി. അപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ നീ തൃക്കാൽ പൊടി ഞാനേൽപ്പതെങ്ങനെ പരിപാവനമൂർത്തേ നിൻ. ആരാ ഭഗവാൻ? ആരാ? പരിപാവനമൂർത്തേ നിൻ കനിവാൽ പാപമറ്റ ഞാൻ വെൺപൂകിയാലും ഞാൻ സ്വർഗത്തേക്ക് പോകണു. നിൻ തൃക്കാലോർക്കായി വരണം എപ്പോഴും. എനിക്കൊരു വരം തരണം എന്നാ. എപ്പോഴും സദാസേവ്യ ഭഗവാനെ സേവിക്കാൻ, ഭഗവാന്റെ സ്മരണം നിലനിർത്താൻ കഴിയണം. പുറം കാണുകിലും മെട്ടിൽ മഹത്വം അറിയും പ്രഭു. അതായത് എപ്പോഴും പുറം കാണുകിലും മട്ടിൽ മഹത്വം അറിയും പ്രഭു. അതിനാൽ ആരെയും മേലാൽ നിന്ദിപ്പാൻ തോന്നിടാക. ഇനി ഒരാളെയും നിന്ദിക്കാൻ പാടില്ല. അതിനുള്ള ഒരു ബുദ്ധി എനിക്ക് തരണം. സദാസേവ്യ കൃഷ്ണ 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 എന്ന് വിളിക്കാനല്ലാണ്ട് വേറെ നിർത്തുന്നില്ല. എന്നല്ല കൃഷ്ണ നിൻ പുണ്യനാമത്തിൻ മധുരധ്വനി. അങ്ങയുടെ ഈ രണ്ടക്ഷരത്തിൻ്റെ മഹാത്മ്യം. കൃഷ്ണ നിൻ പുണ്യനാമത്തിൻ മധുരധ്വനി വിണ്ണിലും ചേർപ്പതിന് ഇവന് അനുജ്ഞ അരുളിയിടണം. മഹാന്മാരങ്ങും ഇങ്ങും അമ്പാർന്നൊഴുക്കും നിൻ കഥാമൃതം. പറയാലോ അവിടെ. മഹാന്മാരങ്ങുമെങ്ങും അമ്പാർന്നൊഴുക്കും നിൻ കഥാമൃതം അലിവാർന്ന് ആസ്വദിപ്പാനും അരുളേണം അനുഗ്രഹം. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വീരശൂര പരാക്രമങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗവതം വായിക്കുക, പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. എന്നോതി വിശ്വേശ്വരനെ വലം വെച്ചു വിനീതനായി വിദ്യാധരേന്ദ്രൻ പിൻപോകി നന്ദനും പരിതുഷ്ടനായി. അവസാനത്തെ ശ്ലോകം 26. മടങ്ങിടും ഗോപരൂപച്ചു തമ്മിൽ മങ്ങിടും ഗോപരു മടങ്ങിടും റിട്ടേൺ മടങ്ങിടും ഗോപരുരച്ചു തമ്മിൽ തീ കൊള്ളിയാൽ തല്ലിയങ്ങ്
അനങ്ങിടാത്തോൻ കൃഷ്ണൻ്റെ കാൽ കൊണ്ടു തൊടുമ്പോഴേക്കും കണ്ടില്ലയോ നമ്മൾ ഇതാം പ്രഭാവം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഭഗവാന്റെ പ്രഭാവം മനസ്സിലാക്കുക? മടങ്ങിടും ഗോപർ ഉരച്ചു തമ്മിൽ തീക്കൊള്ളിയാൽ തല്ലി അനങ്ങിടാത്തോൻ കൃഷ്ണൻ്റെ കാൽ കൊണ്ടു തൊടുമ്പോഴേക്കും കണ്ടില്ലയോ നമ്മൾ ഇതാം പ്രഭാവം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ പഞ്ചാശിതി തമസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.